കോഴിക്കോട് നിന്ന് മന്ത്രിമാരില്ലാത്തതിൽ പ്രതിഷേധവുമായി പ്രാദേശിക യൂത്ത് ലീഗ്. പാറയ്ക്കൽ അബ്ദുള്ളയുടെ അയോഗ്യതയെന്തെന്ന ചോദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. വൈകിട്ട് പുറമേരിയിൽ പ്രതിഷേധ പ്രകടനം നടക്കും. 6 MLA-മാരെ വിജയിപ്പിച്ചിട്ടും അവഗണനയെന്ന് ആക്ഷേപം. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചെയ്തത്. ബെൻസൺ, എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ ആരൊക്കെയെന്നുള്ള കാര്യത്തിൽ ധാരണ വരുന്നു. അപ്പോഴും പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതെ അഞ്ജലി, കോഴിക്കോട് ജില്ല നമുക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങളുള്ളതിൽ 12 മണ്ഡലങ്ങളിലും അതിശക്തമായി തന്നെ വിജയിച്ചു കയറാൻ ഇത്തവണ UDF-നായി. അതിൽ തന്നെ 6 മണ്ഡലങ്ങളിൽ മത്സരിച്ച ലീഗിന് 6 മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധിച്ചു. അതായത് UDF-ന്റെ സഭയിലേക്ക് 6 MLA-മാരെ നൽകാൻ ലീഗിന് സാധിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് ഒരു മന്ത്രിയെ പോലും കോഴിക്കോട് ജില്ലയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രാദേശികമായി യൂത്ത് ലീഗ് അതോടൊപ്പം തന്നെ ലീഗ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കുറ്റ്യാടി മണ്ഡലം നമുക്കറിയാം, പാറയ്ക്കൽ അബ്ദുള്ള വിജയിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഫോർ കുറ്റ്യാടി എന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചിരുന്നു. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനുള്ള ആഹ്വാനം യൂത്ത് ലീഗ് പ്രവർത്തകർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പാറയ്ക്കൽ അബ്ദുള്ളയുടെ അയോഗ്യത എന്ത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 6 MLA-മാരെ നൽകിയിട്ടും കോഴിക്കോടിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നടക്കമുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ഒരു മന്ത്രിയെ പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നും നൽകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് 6 MLA-മാരെ നൽകാൻ ലീഗിന് സാധിച്ചു, പക്ഷേ അതിലൊരു മന്ത്രിയെ പോലും നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ അവഗണനയാണ് എന്നുള്ളത് തന്നെയാണ് ലീഗ് പറയുന്നത്, ലീഗിലെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ പുറമേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തും എന്നുള്ളതാണ് പ്രാദേശിക ലീഗ് പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തുള്ളിൽ തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കും. എന്തുതന്നെയാണെങ്കിലും കോഴിക്കോട് ജില്ലയിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിന്റെ MLA-മാരിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ പാറയ്ക്കൽ അബ്ദുള്ള എന്നുള്ള അവകാശവാദമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകണം എന്ന ആവശ്യമാണ് പൊതുവെ ഈ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത്. അഞ്ജലി, ശരി, എന്തായാലും ഈ മന്ത്രിസ്ഥാനത്തിനായുള്ള അവസാനവട്ട പ്രതിഷേധങ്ങളൊക്കെ ഫലം കാണുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ തന്നെ നമുക്കറിയാം. വിവരങ്ങൾ നൽകിയത് ബെൻസൺ ബാബുവാണ്.